ഹായ് ഫ്രണ്ട്സ്, മിറാക്കിൾ ബോയ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗുണ്ടൂർ വരെയാണ് നമ്മൾ പോകുന്നത്. ശബരി എക്സ്പ്രസ്സിലേക്ക് ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 വരിക. നമ്മുടെ ട്രെയിനിൻ്റെ കോച്ച് വരുന്നത് S4 ആണ്. നമുക്ക് എന്തായാലും നടക്കാം. ഇവിടെ തന്നെ ഒരു ഗുഡ്സ് ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മെമ്മു കടന്നു പോവാണ്. ഒറ്റപ്പാലം വിട്ട് പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. എന്ത് പെട്ടെന്നാ നോക്കിക്കേ, മെമ്മുടെ സ്പീഡ് കൂടുന്നേ. വിട്ടുടനെ പായ. അങ്ങനെ ഒറ്റപ്പാലത്തിന് വിട പറഞ്ഞുകൊണ്ട് മെമ്മു പോകുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രെയിൻ ഇതാ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, നമ്മുടെ ട്രെയിൻ അങ്ങനെ ഒറ്റപ്പാലം വിട്ടു. അടുത്ത സ്റ്റേഷൻ വരുന്നത് പാലക്കാടാണ് കേട്ടോ. നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളിൽ ചാർജിങ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നമ്മുടെ ട്രെയിന് നല്ല സ്പീഡിൽ തന്നെ കേട്ടോ പോകുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പാലക്കാട് എത്തി. പ്ലാറ്റ്ഫോം നമ്പർ 4 ട്രെയിൻ വന്ന് നിൽക്കുന്നത്. പാലക്കാട് എത്തിയപ്പോൾ 40-45 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് കേട്ടോ പാലക്കാട് എത്തിയത് ട്രെയിന്. അങ്ങനെ പാലക്കാട് ജംഗ്ഷനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ഗുണ്ടൂർ ലക്ഷ്യമാക്കി പോകുന്നു. പാലക്കാട് വിട്ട് കഴിഞ്ഞപ്പോൾ മലനിരകളും വെള്ളച്ചാട്ടങ്ങളും നീർച്ചാലുകളും ഒക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ ഫ്രണ്ട്സ്. നല്ല ഭംഗിയേറിയ കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ ആനകളും മറ്റ് ജീവികളൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് വൈദ്യുതി വേലികളൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, അപ്പോൾ വാളയാർ വനമേഖലയിൽ കൂടെ കേട്ടോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ കേരളം വിട്ടിട്ട് ഇനി തമിഴ്നാട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രെയിന് തമിഴ്നാടിക്ക് കയറുന്നതിൻ്റെ മുമ്പേ ഒക്കെ 40-45 മിനിറ്റൊക്കെ ലേറ്റായിട്ടായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ കോയമ്പത്തൂർ എത്താറായപ്പോഴേക്കും 3:52 കറക്റ്റ് ടൈമിക്ക് കവർ ചെയ്തു കേട്ടോ ശബരി. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കോയമ്പത്തൂർ എത്തി. 3:52 എത്തേണ്ട ട്രെയിൻ ഇപ്പോൾ 4:03 എത്തിയത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ കോയമ്പത്തൂർ വിടുകയാണ്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനോട് വിട പറഞ്ഞുകൊണ്ട് അടുത്ത സ്റ്റേഷൻ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പോകുന്നു. അടുത്ത സ്റ്റേഷൻ വരുന്നത് തിരുപ്പൂറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രെയിൻ കത്തിച്ചാട്ടോ പോകുന്നത്. 110 നമ്മുടെ ട്രെയിൻ പോകുന്നത്. അങ്ങനെ നമ്മൾ തിരുപ്പൂരെത്തിയിട്ടോ.
നമ്മളിപ്പോൾ ഈറോഡ് എത്തിട്ടോ. അടുത്ത സ്റ്റേഷൻ വരുന്നത് സേലമാണ് കേട്ടോ. ഞങ്ങളങ്ങനെ സേലമെത്തിട്ടോ. അങ്ങനെ നമ്മൾ സേലത്തിനോട് വിട പറഞ്ഞുകൊണ്ട് മൊറാപ്പൂർ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ സേലം കഴിഞ്ഞിട്ടോ. സേലം കഴിഞ്ഞിട്ട് നല്ല സ്പീഡിൽ തന്നെ കേട്ടോ ശബരി എക്സ്പ്രസ് പോകുന്ന. ഇപ്പോൾ സമയം 6:47 ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ മൊറാപ്പൂർ എത്തിയിട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ ഇനി ക്യാമറയിലൊന്നും കാണില്ല. അതുകൊണ്ട് നമുക്ക് കഴിച്ചിട്ട് രാവിലത്തെ കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ കഴിക്കുകയാണ്. വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു പൊതിച്ചോറ്. നമുക്കിത് കഴിക്കാം. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് രാവിലെ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, രാവിലെ കേട്ടോ. ഇപ്പോൾ തെന്നാലിയിലാട്ടോ വണ്ടി നിർത്തിയിട്ടേക്കുന്നത്. ഇനി അടുത്ത സ്റ്റേഷൻ ഗുണ്ടൂരാണ്. നമ്മളവിടെ ഇറങ്ങുന്നുണ്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ശബരി എക്സ്പ്രസ് തെന്നാലി വിട്ടു കേട്ടോ. ബാക്കിൽ നോക്കിക്കേ, അവിടെ ഒരു ഡബിൾ ടാക്കർ ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട്. അതും കൂടി കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറും എനിക്ക് വേണ്ടി ചെയ്യാൻ മറക്കല്ലേ.